ഹലോ ഗായ്സ്. അപ്പോൾ രാവിലെ ചായക്ക് ഉണ്ടാക്കിയതിന് അരി പൊങ്ങിച്ചതാണ് കേട്ടോ. നെയ്ച്ചോറിൻ്റെ അരി കൊണ്ട് ഞാൻ അരി പൊങ്ങിച്ചതാണ്. അപ്പോൾ കറിയും ഉണ്ടായിട്ടില്ല. കട്ടൻ ചായ കേട്ടോ ഞാൻ അതിൻ്റെ കൂടെ കുടിക്കുന്നത്. അപ്പോൾ കറിയില്ല, അതൊക്കെ എനിക്ക് വലിയ ടേസ്റ്റി ആയിട്ട് തോന്നിയിട്ടില്ല. അത് ഏട്ടൻ്റെ മുഖഭാവം അങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഉച്ചക്ക് എന്ന് പറഞ്ഞാൽ ചെറുപയർ കറി ഉണ്ടായിനി, അച്ചാറുണ്ടായിനി, അതുപോലെ ചെമ്മീൻ പൊടിപ്പ് ഉണ്ടായിനി. അച്ചാർ എന്ന് പറഞ്ഞാൽ അമ്പഴങ്ങ അച്ചാർ. അമ്പഴങ്ങ അച്ചാർ അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ആദ്യമായിട്ട് ഏട്ടാ ഉണ്ടാക്കി കഴിക്കുന്നത്. അപ്പോൾ അത് മാങ്ങേൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഉച്ചക്കത്തെ ചോറ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ചോന്നരി ചോറാട്ടോ, കുത്തരി ചോറ് എനിക്ക് കൂടുതൽ ഇഷ്ടം. കുത്തരി ചോറിൻ്റെ കൂടെ ഒരു അച്ചാറായാലും ഞാൻ ഇഷ്ടം പോലെ കഴിക്കും. അപ്പോൾ ഞാൻ 7 മണിയായപ്പോൾ കഴിക്കുന്ന ചോറ് ഭക്ഷണമായിട്ട് ഇത് ചോറ് തന്നെ കഴിക്കുന്നത്. 7 മണിയായെന്ന് ഓർക്കണം. അപ്പോൾ എനിക്ക് വിശന്നാൽ പിന്നെ സമയമൊന്നും നോക്കാൻ പറ്റില്ല ഗൈസ്. കാരണം വെച്ചാൽ അമ്പാടീനെ കൂടി ഉള്ള സമയത്ത് കുരുത്തക്കേടാകുമ്പോൾ എൻ്റെ ബേക്കിൽ നടക്കുമ്പോൾ എനിക്ക് അപ്പോഴപ്പോഴേ വിശക്കുകയും ചെയ്യും. പിന്നെ ഞാൻ അതൊന്നും നോക്കൂല, ഫുഡിൻ്റെ ടൈമൊന്നും നോക്കൂല. അപ്പോൾ അമ്പഴങ്ങ അച്ചാറിൻ്റെ പുളി അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, മാങ്ങേൻ്റെ അതേ ടേസ്റ്റാണ്. അപ്പോൾ 7 മണിക്ക് ഞാൻ ചോറും കഴിച്ച് ഏട്ടൻ വൈകുന്നേരം വന്ന സമയത്ത്, രാത്രിക്ക് വന്ന സമയത്ത് പൊറോട്ട വാങ്ങിയിട്ടുണ്ടായിട്ടാ. അപ്പോൾ പൊറോട്ടയും കൂടെ എനിക്ക് വിശപ്പ്, അതാ ഞാൻ പറഞ്ഞത്. ആരെങ്കിലും ഉണ്ടെങ്കിൽ ചിക്കും നിൻ്റെ വയറ്റിലെന്താ കോഴിയും കുറുക്കനുണ്ടോയെന്ന്. അപ്പോൾ സത്യം തന്നെയാണ്, എനിക്ക് കോഴിയും കുറുക്കനുണ്ടോ സംശയമുണ്ട്, അത്രയ്ക്ക് വിശപ്പ് തന്നെ. അപ്പോൾ പൊറോട്ട കൊണ്ടുവന്ന സമയത്ത് അതിൻ്റെ കൂടെ കറി എന്ന് പറഞ്ഞാൽ തക്കാളി റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചിക്കനോ മീനോ അങ്ങനത്തെ ഒന്നുമല്ല, തക്കാളി റോസ്റ്റാണ്. തക്കാളി റോസ്റ്റ് തന്നെ എനിക്കിഷ്ടം. ചിക്കനോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. അപ്പോൾ ചൂട് പൊറോട്ടയാണ്. അപ്പോൾ പൊറോട്ട എപ്പം കഴിക്കലൊന്നുമില്ല, ഒരു മാസത്തിലോ 2 ആഴ്ച കൂടുമ്പോഴോ അങ്ങനെയൊക്കെ കഴിക്കലുള്ളൂ. എപ്പം കഴിക്കുമ്പോഴേ നമുക്ക് മോശമുള്ളൂ. അപ്പോൾ പൊറോട്ടയും തക്കാളി റോസ്റ്റും കൂടെ നമ്മളെല്ലാവരും ഇരുന്ന് കഴിക്കുകയെന്ന്. അപ്പോൾ കട്ടൻ ചായയും കൂടെ ആക്കിയെന്ന്, ചൂട് കട്ടൻ ചായ. എന്താക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ പ്രധാനം തന്നെ. കാരണം കട്ടൻ ചായൻ്റെ ടേസ്റ്റ് മറ്റുള്ള ചായക്കൊന്നും കിട്ടൂല. അപ്പോൾ തക്കാളി റോസ്റ്റും കൂട്ടി ആ ചൂട് പൊറോട്ട കഴിക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റൂല. അപ്പോൾ എല്ലാവരും കൂടി ഇരുന്നിട്ട് അത് ഫുഡ് കഴിക്കുന്നത്. എല്ലാവരും കൂടി ഇരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ സന്തോഷം നമുക്ക് ഒറ്റയ്ക്കൊക്കെ കഴിക്കുമ്പോൾ കിട്ടില്ലല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ.